നടൻ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. തട്ടിക്കൊണ്ടുപോയി ഒപ്പം ബലപ്രയോഗം നടത്തി എന്നുള്ളതായിരുന്നു പരാതിക്കാരികളുടെ പ്രധാനപ്പെട്ട വാദം. അതുമായി ബന്ധപ്പെട്ടൊരു CCTV ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. എന്താണ് പ്രതികരണം? ആദ്യം മുതൽക്കേ ഞങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും സത്യം മാത്രമേ ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളൂ. അത് പൊതുസമൂഹത്തിലായാലും പോലീസിലായാലും. ഈ സത്യത്തിൻ്റെ ഒരു ഗുണം വെച്ചാൽ നമ്മൾ സത്യം ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആര് പറഞ്ഞാലും അതൊന്നാ. കള്ളമാകുമ്പോൾ വെച്ചാൽ മാറിപ്പോവും. അപ്പോൾ ഈ കുട്ടികൾ ആദ്യം തൊട്ട് പറയുന്നത് മുഴുവൻ കള്ളം. അത് പ്രകാരം ഞങ്ങളുടെ പുറത്ത് FIR ഇടുന്നു. ഇട്ട വകുപ്പുകളൊക്കെ നിങ്ങൾക്കും അറിയാം. ഇത് മുഴുവൻ പൊളിഞ്ഞു പോകും നമുക്കറിയാം. ആരാണ് ഇവർക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ല. അവിടെയൊക്കെ പലരും പറഞ്ഞു, കൃഷ്ണകുമാർ എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞ ആൾക്കാരെ ഇറക്കുന്നില്ല? ഞാൻ ചോദിച്ചു, എന്തിനാണ്? ഇതിനകത്ത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊരു ക്രിമിനൽ കേസാണ്. ഇപ്പോൾ എന്നെ എല്ലാവരും വിളിക്കുന്നു. ഇപ്പോൾ സുരേഷ് ഏട്ടൻ വിളിക്കുന്നു, ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിളിക്കുന്നു, ഇങ്ങനെ പാർട്ടിയുടെ എല്ലാവരും എന്നെ വിളിക്കുക. ശോഭാ സുരേന്ദ്രൻ ഇന്നലെ എത്രയോ തവണ വിളിച്ചു, മോളിലെടുത്ത് സംസാരിക്കുക. എന്താണ് വേണ്ടത്? ഞാൻ സന്തോഷം, എല്ലാവരും വിളിക്കും, നന്ദിയുണ്ട്. പക്ഷെ ആരും ഇടപെടേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നേരം അവർക്ക് തോന്നും എന്തോ പോരായ്മ, ഇയാൾ ഈ രാഷ്ട്രീയക്കാരെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കഴിഞ്ഞിട്ടും വീണ്ടും പല നടപടികൾ നമുക്കിത് വന്നപ്പോൾ നമുക്കൊരു സംശയം തോന്നി തുടങ്ങി, ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ? കാരണം വെച്ചാൽ ഈ കുട്ടികൾക്കിത് ചെയ്യാനുള്ള കഴിവില്ല, ഇതിനുള്ള ബുദ്ധിയില്ല. ഇവർ പറയുന്നത് മുഴുവൻ പൊട്ടത്തരം. ആരോ പറഞ്ഞു പഠിക്കും. കാരണം ഇവരുടെ ഭാഷ നമുക്കറിയാം. അത് ദിയ ചേച്ചി ഞങ്ങളവിടെ കണ്ട് ചീത്ത വിളിച്ചു മറ്റേന്ന് പറയുന്നവർ ഞങ്ങളെ അവിടെ കൊണ്ടുപോവുകയും അതിനുശേഷം അവർ ചോദ്യം ചെയ്യുകയും, അപ്പം നമുക്കറിയാം ഒരു വക്കീൽ ഭാഷ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ പെടാൻ പോകുന്ന എവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ ഇപ്പം തുടക്കം തന്നെ ആദ്യത്തെ കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ കേരളത്തിലെ പൊതുസമൂഹം കാണുകയാണ്. തട്ടിക്കൊണ്ടുപോകൽ നാടകം ഇവിടെ പൊളിഞ്ഞു കഴിഞ്ഞു. ജാതിക്കാടിന് മുമ്പേ പൊളിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത്? എന്തോ വേണം കൊണ്ടുവന്നാലും സാധാരണ ഇങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നെഞ്ചുവേന വന്ന് ആശുപത്രിയിലാവും, അല്ലെങ്കിൽ കരഞ്ഞു വിളിച്ച് ഇവൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് പോകാം, ഗർഭിണിയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ ഉണ്ട്, എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് അവരുടെ ഓരോ കള്ളത്തിനും ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർ പറഞ്ഞത് മുഴുവൻ വെളിയിൽ വരും. ജീവനക്കാരികൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? അങ്ങേ മൊഴിയെടുക്കാനോ വല്ലതും വിളിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആദ്യം തന്നെ ഞാൻ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഓഫീസിൽ പോലീസ് വന്നു, CCTV എല്ലാം പരിശോധിച്ച് എല്ലാത്തിൻ്റെയും കോപ്പി അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ തുടർന്ന് ഞങ്ങൾക്ക് പോലീസിൽ നിന്നൊരു വിളിയോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങളും അറിയാൻ കഴിയുന്നു, ഇവർ മൂവരും ഇന്നലെ ചാനലിൽ വായിച്ചത് ഇവർ അബ്സ്കോണ്ടിങ് ആണ്. പോലീസ് ഇവരുടെ മൊഴി എടുക്കാൻ പോയപ്പോൾ കാണുന്നില്ല. അതാണ് ഞാൻ പറയാൻ കാരണം, ഇനി ഇവരുടെ ഒരു ജീവിതം ദുസ്സഹമായി പോകും. കാരണം ഇവരെ ആരോ ചതിച്ചു. ഇവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നു. ഇത് ഊറ്റിക്കൊണ്ട് അവർ പോവുകയും ചെയ്യും. അവസാനം പണമില്ലാതെ പിള്ളേർ പെടുകയും ചെയ്യും. കാരണം ഇവർ ഈ പൈസ ദിയയ്ക്ക് ഡെയിലി വിഡ്രോ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഞങ്ങളുടെ QR കോഡ് വാങ്ങിച്ചിട്ട് വിഡ്രോ ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ സിമ്പിൾ, നമ്മുടെ രണ്ടുപേരുടെ ബുദ്ധിയിൽ എന്താ തോന്നുന്നത്? ആ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പൈസ വന്നിട്ടുണ്ടോ നോക്കുക. ശരി, ദിയയ്ക്ക് കൊടുക്കണമെങ്കിൽ വിഡ്രോ ചെയ്യണം. അപ്പോൾ വിഡ്രോയിലും സ്റ്റേറ്റ്മെൻറ്റ് വരും. വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെടും, വന്നിട്ടില്ലെങ്കിൽ അവർ പെടും. ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.